ഇന്ന് നമ്മൾ വേറൊരു പുതിയ കിണർ കുഴിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടായിട്ട് പോവുകയാണ്. നമ്മുടെ ചേട്ടന്മാർ വീണ്ടും രണ്ടാമത് ആയിട്ടുള്ളൊരു കിണർ നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് തന്നെ വീണ്ടും എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. വെറുതെ അങ്ങ് കുഴിക്കുകയല്ല ചെയ്യുന്നത്. ഇതിന് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ വിളിച്ച് ഇതിൻ്റെ സ്ഥാനമൊക്കെ കണ്ടിട്ടാണ് ഇതിൻ്റെ പ്രാരംഭ പണികളൊക്കെ ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു 10-12 കോലിൽ താഴെ ഉള്ള അളവിൽ ഒരു 10-20 അടിക്ക് ഉള്ളിൽ വെള്ളം കിട്ടുമെന്നുള്ളതാണ് പ്ലാന്. അതനുസരിച്ച് താത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണല്ലോ എൻ്റെ പണികൾ വളരെ ഊർജിതമായ രീതിയിൽ രാവിലെ ആരംഭിച്ചിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ പണി തീരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എങ്ങനെയാണെങ്കിലും അങ്ങനെ ആദ്യത്തെ ദിവസം പണി കഴിഞ്ഞു. നമ്മളിപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ പണി ഇനി ഉടനെ നടക്കും. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ പണിക്ക് ഇത്രയാണ് അവർ പണിത് നിർത്തിയിരിക്കുന്നത്. ഒറ്റ ദിവസവും കൊണ്ട് പണിതിരിക്കുന്നതാണ്. ഏകദേശം 5-6 അടി മിച്ചം താന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമൊക്കെ ലക്ഷണമൊക്കെ കണ്ടുവരുന്നേ ഉള്ളൂ. തുറന്ന് ഇന്ന് വീണ്ടും പണിയാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പണികൾ, രണ്ടാം ദിവസത്തെ പണികൾ നമുക്ക് നാളെ കാണിക്കാം. രാവിലെ ചേട്ടന്മാർ പണി തുടങ്ങിയ സമയത്ത് എത്താൻ പറ്റില്ല. അങ്ങനെ ഒരു പറ്റുപറ്റി. ഇന്ന് രാവിലെ വെള്ളം കണ്ടു. രാവിലെ ഞങ്ങളൊന്ന് നോക്കിയിട്ട് പോയായിരുന്നു. ഞാൻ കൊച്ചുകൂടെ 10 മണി കഴിഞ്ഞപ്പോൾ അല്ലേ? ആ, വെള്ളം കണ്ട് ഒരു കളയും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ മണ്ണ് വരാനുള്ള സമയം കിട്ടിയിട്ടില്ല. വെള്ളം കയറാൻ സമയം കിട്ടുള്ളൂ അല്ലേ? ചേട്ടന്മാർ രാവിലെ പണി തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേ വെള്ളം കിട്ടി. ഉദ്ദേശിക്കുന്നതിന് മുമ്പ് വെള്ളം കിട്ടി. അതാണ് നമുക്ക് ആ വെള്ളം കിട്ടുന്നൊരു ഭാഗം റെക്കോർഡ് ചെയ്യാൻ നമുക്ക് വിട്ടുപോയത്. കിണറ്റിൽ ഇഷ്ടം പോലെ വെള്ളമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടന്മാർ പണി നിർത്തിപ്പോയി. പിറ്റേ ദിവസം ഇതാണ്ട് മോട്ടറും ഒക്കെ എടുത്ത് അതിൻ്റെ പൈപ്പും ഒക്കെ എടുത്ത് കൊണ്ട് വരുന്നുണ്ട്. എങ്ങനെയാണല്ലോ ഇനി വെള്ളം പറ്റിച്ചെങ്കിൽ മാത്രമാണ് ഇനി പണി നടക്കത്തുള്ളൂ. തലേദിവസം വെള്ളം കാരണം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പണി നിർത്തി പോകേണ്ടി വന്നു. ഇന്ന് ആ പരിപാടി നടക്കത്തില്ല. ഇന്ന് വെള്ളം പറ്റിച്ച് ബാക്കി താക്കാനുള്ള അത്രയും താത്തിട്ട് മാത്രമേ പോകുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിങ് ഇറക്കണം. റിങ് ഇറക്കുന്നതിന് മുമ്പ് ഇത് ഫിനിഷ് ചെയ്യണം. നമ്മുടെ ചേട്ടന്മാർ വന്ന് നോക്കിയപ്പോൾ ഇന്നലത്തേനേക്കാളും വെള്ളം ഡബിളാണ്. ഇനി എങ്ങനെ പറ്റിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇഷ്ടം പോലെ വെള്ളമായി. 2 ദിവസം കുത്തുകൊണ്ട് ഇപ്പം ഏകദേശം ഒരു 3 അടി വെള്ളം. 3 5 അല്ല, അതിൽ കൂടുതൽ വെള്ളം കയറി. നിറയെ ഇഷ്ടം പോലെ വെള്ളമായി. അപ്പുറത്തെ പോലെ കലക്കലൊന്നും അല്ല. കലങ്ങും. ആ, മണ്ണ് ചെന്ന് വീഴുമ്പോഴത്തേക്ക് മാത്രമേ ഇനി കൂടുതൽ വെള്ളം. ഞങ്ങളൊരു 2.5 അടി വെള്ളമാണ് പ്രതീക്ഷിച്ചത്. 5 അടി വെള്ളമുണ്ട്. 5 അടിയിലും കൂടുതലുണ്ട്. അപ്പോൾ കിണർ പറ്റിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചേട്ടന്മാർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ എന്തൊരു താഴ്ചയുണ്ടെന്നുള്ളതൊക്കെ നമ്മുടെ ലെവൽ കമ്പ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ അളവ് പോലൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. എന്തോരം വെള്ളമുണ്ട്, ടോട്ടൽ എന്തോരം ഉയരണമെന്നുള്ളതൊക്കെ നോക്കുന്നുണ്ട്. എങ്ങനെയും ഇതൊരു 10 അല്ലേ, ഒരടിയുടെ കൂട്ടൊരു 10-18ഓളം റിങ്ങുകൾ വെക്കേണ്ടി വരും. മണ്ണിന് മുകളിലേക്ക് ഒരു 3 റിങ്ങെങ്കിലും വെക്കേണ്ടി വരും. അങ്ങനെ ഇതെല്ലാം താത്തി പൈപ്പൊക്കെ ഇറക്കുന്നുണ്ട്. എങ്ങനെയുള്ള വെള്ളം പറ്റിക്കണം, വെള്ളം പറ്റിച്ചെങ്കിലേ എൻ്റെ പണികൾ നടക്കത്തുള്ളൂ. അപ്പോൾ വെള്ളം പറ്റിക്കാനായിട്ട് സംവിധാനങ്ങളൊക്കെ ചേർന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു അടിപൊളി പരിപാടിയാണ്. കാരണം വെച്ചാൽ വെള്ളം കിട്ടിയതിൻ്റെ സന്തോഷത്തിന് നമുക്ക് പായസം ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. നല്ല അടിപൊളി പായസമാണ്. അതെ, നമ്മൾ വെള്ളം കണ്ടതിൻ്റെ സന്തോഷമാണ് പങ്കിടുന്നത്. നമ്മുടെ കിണറിൻ്റെ ഉടമസ്ഥന്മാരാണ് നമുക്ക് പായസം ഉണ്ടാക്കിക്കൊണ്ട് തന്നിരിക്കുന്നത്. സന്തോഷം നമ്മൾ എല്ലാവരും പങ്കിടുകയാണ്. അപ്പോൾ നമ്മൾ സന്തോഷകരമായിട്ട് പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പം നമ്മുടെ ചേട്ടന്മാർ അതിനകത്ത് ഇറങ്ങി വെള്ളമെല്ലാം ഏകദേശം പറ്റുന്നതനുസരിച്ചാട്ടോ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല സ്പീഡിലാണ്, നല്ല ഉറവയുള്ളതുകൊണ്ട്, സമതല പ്രദേശമായതുകൊണ്ട് വെള്ളം നല്ല ശക്തിയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ബാക്കി പണികൾ റിങ് ഇറക്കി വെക്കാം. അതുകൊണ്ട് വെള്ളം പറ്റി കിടക്കുന്നുണ്ട്, മാക്സിമം പറ്റി കിടക്കുക അനുസരിച്ച് വെള്ളം വരുന്നുമുണ്ട്. അപ്പോൾ അത് താന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ മാക്സിമം കോരി മാറ്റണം. കോരി മാറ്റുക എന്ന് പറഞ്ഞാൽ
ഇനിയിപ്പോൾ ഒരു 2 അടിയും കൂടെ താത്തിയെങ്കിലേ ആ റിങ്, കാരണം വെച്ചാൽ നമ്മൾ ഈ വേനൽക്കാലത്ത് കിണർ കുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മാക്സിമം താത്തി വേണം നമ്മൾ കിണർ കുത്താൻ. കാരണം നല്ല കടുംവേദന വേനൽ വരുന്ന സമയത്ത് വെള്ളം പറ്റിപ്പോവും. അങ്ങനെ വെള്ളം പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം താത്തി വേണം നമ്മൾ പണിയാനായിട്ട്, കുഴിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമറ, നമ്മൾ ഗോപ്രോ ക്യാമറയാണ് ഇറക്കി വിട്ടത്. അത് ഇറക്കി വിട്ടതിൻ്റെ ചരടത്തിൽ ചെറുതായി പോയതുകൊണ്ട് അത് സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണല്ലോ എൻ്റെ പണികൾ ഊർജിതമായിട്ട് അവർ കല്ലും മണ്ണും എല്ലാം കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇന്നത്തോടുകൂടി ഇതിൻ്റെ പണി നിർത്തിയിട്ട് അടുത്ത ദിവസം എൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ റിങ് ഇറക്കുന്നതാണ്. ഈ ഗോപ്രോ ക്യാമറയുടെ പണി കണ്ടോ കയറിയിട്ട് ചിലപ്പോൾ വെള്ളത്തിൻ്റെ നല്ല ആകർഷണ ശക്തി ഉള്ളതുകൊണ്ടായിരിക്കും ഇതുപോലെ കറങ്ങിപ്പോകും. കാരണം ഇതുപോലെ കറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എങ്ങനെയാണല്ലോ അതിൻ്റെ ബാക്കിയുള്ള പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് അടിയിൽ നിന്ന് പറഞ്ഞാൽ ഈ കിണർ കുത്തിയപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒത്തിരി കല്ലുകൾ കിട്ടി. 3 കല്ലുകൾ കിട്ടി. വലിയ പാറകളൊന്നുമല്ല, എല്ലാം ഇളക്കിയെടുക്കാവുന്ന രീതിയിലുള്ള ഒത്തിരി കല്ലുകളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. അടിയിലോട്ട് ചെല്ലും തോറും ഈ കല്ല് കഷണങ്ങളുടെ എണ്ണം കൂടുതലാണെന്നുള്ളതാണ് പറഞ്ഞത്. എങ്ങനെയാണെങ്കിലും കണ്ടമാനം കല്ലുകളും മറ്റും എല്ലാം ഉണ്ട്. അതെല്ലാം കോരി കാലയ്ക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അടിവശം എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം വേണം കയറി വരാൻ. ഇറങ്ങുന്ന സമയത്ത് പിന്നീട് പണിയാനൊന്നും സമയമില്ല. അതുകൊണ്ട് അതിന് മുമ്പായിട്ട് തന്നെ റിങ് നല്ല വാട്ടർ ലെവലിൽ തന്നെ റിങ് വെക്കണം. അപ്പോൾ ഇതിനകത്ത് വാട്ടർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളാണ്. ഒരു ഉപകരണവും വേണ്ട. കാരണം റിങ് തന്നെ നല്ല വാട്ടർ ലെവൽ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. റിങ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ റിങ്ങിൻ്റെ ലെവല്, ആ വെള്ളം വരുമ്പോഴത്തേക്ക് കറക്റ്റ് വാട്ടർ ലെവൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയൊരു മേന്മ. കാരണം അത്രയും ലെവലായിട്ട് തന്നെ ഇതിനകത്തത് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് റിങ്ങുകൾ ഇനി അനേകം വെക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് നല്ല ബേസ്മെൻറ്റ് പോലെ, കാരണം 4 വശവും നല്ല നിരപ്പായിട്ട് തന്നെ വേണം അടിവശം അതിൻ്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനുള്ള മിനുക്ക് പണികളാണ് നമ്മുടെ ചേട്ടന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള പണികളും മറ്റുമൊക്കെ നമുക്കൊന്ന് കാണാം.
ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫിനിഷിങ് കഴിഞ്ഞ് നമ്മളെ കൂന്താലി നമ്മുടെ ആയുധങ്ങളെല്ലാം കയറ്റി മുകളിലോട്ട് വിടുന്നുണ്ട്. അപ്പോൾ പണി തീർന്നിരിക്കുവാണത്. അപ്പോൾ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് റിങ് വരുന്ന സമയത്ത് ഇനി റിങ് ഇറക്കി അങ്ങ് ഫിറ്റ് ചെയ്താൽ മതി. ഇനി അടുത്ത പണി അതാണ്. അതുകൊണ്ട് താഴെയുള്ള പണികളെല്ലാം ഫിനിഷ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി ഇനിയിപ്പോൾ ഇന്നത്തെ പണി ഇവിടെ വെച്ച് തീരുവാണ്. ഇനി റിങ് വരുമ്പോഴത്തേക്ക് റിങ്ങിൻ്റെ പണിയാണ് നമുക്കിനി കാണിക്കാനുള്ളത്. അപ്പോൾ കിണറ്റിലോട്ട് ഇറങ്ങിയ ചേട്ടന്മാർ വളരെ വിദഗ്ധമായിട്ട് തന്നെ അങ്ങനെ ഓരോരുത്തർ കയറി മുകളിലേക്ക് വരുന്നുണ്ട്. ഇനി വെള്ളം റിങ് ഇറക്കാൻ വരുന്ന സമയത്ത് വെള്ളം പറ്റിച്ചാൽ മതി. അതുവരെയും വെള്ളം ഏകദേശം പഴയ അളവനുസരിച്ചാണെങ്കിൽ ഒരു 5-6 അടി വെള്ളമെങ്കിലും വീണ്ടും അതിനകത്ത് വന്ന് നിറയാനായിട്ടുള്ള സർവ്വസാധ്യതയുണ്ട്. ആ സമയത്ത് വീണ്ടും ആ വെള്ളം പറ്റിച്ചതിന് ശേഷം വേണം അത് വീണ്ടും റിങ്ങായിട്ട് ഇറക്കാൻ. ഈ റിങ്ങെല്ലാം വെച്ചതിന് ശേഷം പിന്നീട് ആ കിണർ ശരിക്ക് കഴുകിയെടുത്തതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാൻ. അങ്ങനെ നമ്മുടെ കിണറിൻ്റെ പണി ഇവിടെ തീർന്നിരിക്കുവാണ്. അടുത്ത് നമുക്ക് റിങ്ങുമായിട്ട് വരാം. റിങ്ങിൻ്റെ പണികളും മറ്റുമൊക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ തുടർന്ന് അതിൻ്റെ സാധനങ്ങളെല്ലാം പിറക്കി മാറ്റി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ചേട്ടന്മാർ. അപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഇതാണ് നമ്മുടെ കിണറിൻ്റെ പരിസരവും മറ്റുമൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ രൂപത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ റിങ്ങും കൂടെ ഇറക്കി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് തന്നെ ഈ കിണർ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് മുകളിലേക്ക് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കുടിവെള്ളത്തിനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കിണർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ കിണറിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. 3ാമത്തെ ദിവസം കൊണ്ട് തന്നെ നമ്മൾ പണി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 5-8 കോല് താഴ്ചയിൽ 18 റിങ്ങാണ് വെക്കാൻ. ഒരടി ആണ് ഒരു റിങ്ങിൻ്റെ ഉയരം. അങ്ങനത്തെ ഒരു 18ഓളം റിങ് വരുമ്പോഴത്തേക്കും 3 റിങ് കിണറിൻ്റെ മുകളിലേക്കും നിരപ്പിൽ നിന്നും വരത്തക്ക രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കലങ്ങി കിടക്കുവാണ്, മണ്ണൊക്കെ വീണ്. അപ്പോൾ എങ്ങനെയാണല്ലോ ഇനി ഇപ്പോൾ നല്ല രീതിയിൽ ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യുമ്പോഴത്തേക്കുള്ള വീഡിയോ കാണിക്കാം. ഇതുവരെ നമ്മുടെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. തുടർന്നും ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് റിങ് കൊണ്ടുവന്ന് വെക്കുന്ന വീഡിയോ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക്സ്.